നമസ്കാരം വ്യൂവേഴ്സ്. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ യൂസർ സ്ക്രിപ്റ്റ് എന്താണെന്ന് നോക്കാം. എന്താണ് യൂസർ സ്ക്രിപ്റ്റ്? അതായത് നമ്മൾ കാണുന്ന വെബ് പേജ്, അത് ഇൻ്റർനെറ്റ് വെബ് ബ്രൗസറിൽ നമ്മൾ കാണുന്ന വെബ് പേജുകളുണ്ടാവും. ആ പേജുകളിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ മോഡിഫിക്കേഷൻ വരുത്താൻ നമുക്ക് ഈ ജാവ സ്ക്രിപ്റ്റുകൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ബ്രൗസറിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു ക്രോം ബ്രൗസറാണെങ്കിൽ ക്രോം ബ്രൗസറിലാണ് നമ്മളത് ഇൻസേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഫയർഫോക്സ് ആണെങ്കിൽ ഫയർഫോക്സ്. എങ്ങനെ അത് ആഡ് ചെയ്താലും നമുക്ക് നമ്മൾ കാണുന്ന വെബ് പേജ്, നമ്മളിപ്പോൾ ഏതാണോ വെബ് പേജ്, ആ വെബ് പേജിൽ വരുന്ന റിസൾട്ടിന് നമുക്ക് ചേഞ്ച് ചെയ്യാനും നമ്മളിഷ്ടത്തിൻ്റെ രീതിയിൽ നമുക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ ഈ യൂസർ സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബ്രൗസേഴ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്റ്റൻഷൻസ്, ആഡ് ഓൺസ് എന്ന് പറയും, എക്സ്റ്റൻഷൻസ് ഉണ്ട്. ആ എക്സ്റ്റൻഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പോപ്പുലറായിട്ടുള്ള എക്സ്റ്റൻഷൻസാണ് ഗ്രീസ്മങ്കി, ടാമ്പർമങ്കി, വയലൻ മങ്കി, അങ്ങനെ കുറേ ഉണ്ട്. ഇതിൽ ടാമ്പർമങ്കിയാണ് ഞാനിവിടെ പറയുന്നത്. ടാമ്പർമങ്കി ഓൾമോസ്റ്റ് എല്ലാ വെബ് ബ്രൗസറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടാമ്പർമങ്കി യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഒരു വെബ് പേജിലെ കണ്ടൻറ്റ് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനായി മാറ്റം വരുത്താം, അല്ലെങ്കിൽ നമ്മളൊരു സ്ക്രിപ്റ്റ്, ജാവ സ്ക്രിപ്റ്റ് നമുക്കിതിൽ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായി നമുക്ക് ആദ്യം ടാമ്പർമങ്കി എന്ന ആ ഒരു എക്സ്റ്റൻഷൻ ആഡ് ഓൺ നമ്മുടെ വെബ് ബ്രൗസറിൽ, ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഫയർഫോക്സ് ആണ്. ഫയർഫോക്സിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. നമ്മൾ ആഡ് ഓൺ സെർച്ച് ചെയ്താൽ നമുക്ക് ടാമ്പർമങ്കി എന്ന് കിട്ടും. ആഡ് ടു ഫയർഫോക്സ് കൊടുത്തു. അതിപ്പോൾ ആഡ് ആവും. നമ്മൾ ആഡ് കൊടുക്കുക. ആഡായി. ഇനി നമ്മൾ വേണ്ടത് നമുക്ക് ഏത് വെബ് പേജാണോ മാറ്റേണ്ടത് അത് നമുക്ക് കറസ്പോണ്ടൻ്റായിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ സൈഡിൽ കാണുന്ന ഇതാണ് നമ്മുടെ ടാമ്പർമങ്കി. നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് എനേബിൾഡ് ആണ്. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ന്യൂ സ്ക്രിപ്റ്റ്, നമുക്കിഷ്ടത്തിന് നമുക്ക് പുതിയ സ്ക്രിപ്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് പുറമേ നിന്ന് ഇമ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഡീഫാൾട്ടായിട്ട് ഒരു സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു മോഡൽ. ഇപ്പോൾ ടാമ്പർമങ്കിയുടെ വിക്കിയിൽ ഇതിൻ്റെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അവരുടെ ഹെൽപ്പിൽ നമുക്ക് അതെങ്ങനെ അതിൻ്റെ ഈ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നു. അപ്പോൾ ഇതിൽ നെയിമുണ്ട്, നെയിം സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിലൊരു ഫസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് ഇതൊക്കെ സാധാരണ ഒരു സ്ക്രിപ്റ്റിനുള്ള പേര്, അതിൻ്റെ ഓതർ, നമ്മളുടെ പേര്, കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ മാച്ച് എന്ന കേസിൽ നമുക്കവിടെ നമ്മൾ ഏത് വെബ് പേജിലാണോ, ഏത് URL വരുന്ന ആ പേജിലാണോ നമുക്ക് മോഡിഫിക്കേഷൻ വരുത്തേണ്ടത് ആ URL നമ്മൾ അവിടെ കൊടുക്കാം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു URL കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള URL കൊടുക്കാൻ പറ്റും. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു URL-ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള URL കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ ഫംഗ്ഷൻ, ഈ യുവർ കോഡ് ചെയ്യാം. ഇവിടെയാണ് നമ്മളുടെ കോഡ് നമ്മളുടെ ജാവ സ്ക്രിപ്റ്റ് നമുക്ക് റൈറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ എന്ത് ജാവ സ്ക്രിപ്റ്റ് കൊടുക്കുന്നു ആ കോഡ് നമ്മുടെ വെബ് പേജിലേക്ക് നമുക്ക് വരുന്നതായി കാണാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ ഫോർ എക്സാമ്പിൾ അലേർട്ട് എന്ന് സാധാരണ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അലേർട്ട് എന്ന ജാവ സ്ക്രിപ്റ്റിലെ കോഡ് ഇവിടെ കൊടുക്കുക. ജസ്റ്റ് എന്നിട്ട് നമ്മൾ ഇവിടെ ഫയലിൽ പോയിട്ട് സേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ കൺട്രോൾ സെർച്ച് മതി. ഇത് നമുക്ക് അപ്പോൾ അത് സേവായി. പിന്നെ നമ്മൾ ഇൻസ്റ്റാൾഡ് സ്ക്രിപ്റ്റായിട്ട് അതിൽ ലിസ്റ്റ് ചെയ്ത് വരും. നമുക്കിതിൽ ആ സൈറ്റിലോട്ട് നമുക്ക് കയറി നോക്കാം.
നമ്മൾ കൊടുത്ത URL കയറി നോക്കാം. അപ്പോൾ നമ്മൾ കൊടുത്ത URL കൊടുത്തപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ആ സ്ക്രിപ്റ്റ് വർക്കായിട്ടില്ല. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. നമ്മൾ ആ സ്ക്രിപ്റ്റിൽ URL ഇവിടെ ഒരു /ഇട്ട് ഉണ്ടാവാം. നമുക്ക് നോക്കാം. ഇന്ന് ആ സ്ലാഷ് ഒഴിവാക്കിയതിന് ശേഷം സേവ് ചെയ്തതിന് ശേഷം നമ്മൾ റീഫ്രഷ് ചെയ്ത് നോക്കാം. യെസ്, ആഡ്. അപ്പോൾ നമ്മൾ ആ സ്ലാഷ് കൊടുത്തോണ്ട്, കാരണം ഈ ബ്രൗസറിൽ എന്താണോ URL വരുന്നത് അതുപോലെ നമ്മളവിടെ കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ ഈ ഒരു പേജ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രിപ്റ്റിൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. നമുക്കിതിൽ വേറെയും ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ നമ്മൾ ആരായിട്ട് കൊടുക്കുന്നതിന് പകരം നമുക്കൊരു അഡീഷണലായിട്ടൊരു ബട്ടൺ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു സംഭവമുള്ളത്, നമുക്കിവിടെ jQuery ഇങ്ങനെയുള്ള മറ്റ് സ്ക്രിപ്റ്റുകൾ നമുക്കിതിൽ ലോഡ് ചെയ്യിക്കാൻ പറ്റും. അത് നമ്മൾ റിക്വയർ എന്നുള്ളൊരു കമാൻഡ് ഉണ്ട്, അത് വെച്ചിട്ട് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓൾറെഡി ഞാനിവിടെ ഇതിൻ്റെ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഗൂഗിളിൽ നിന്ന് അതിൻ്റെ ലിങ്ക് എടുത്തതാണ്. ഇത് കോപ്പി ചെയ്തിട്ട് ഇതിവിടെ പേസ്റ്റ് ചെയ്യാം. റിക്വയർ jQuery. നമുക്ക് jQuery കോഡുകൾ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. അല്ലാതെ നമ്മൾ jQueryയിലെ $സിമ്പിൾ കൊടുത്താൽ അത് അൺഡിഫൈൻഡ് ആയിട്ട് കാണിക്കും. അപ്പോൾ നമ്മളിവിടെ ബോഡി നമ്മളൊരു ഇൻപുട്ട് ബട്ടൺ ഈ ഒരു വെബ് പേജിൽ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ ID നമ്മൾ ഐഡിയ കൊടുത്തു. വാല്യൂ സാധാരണ ഒരു HTML കോഡാണ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാനുള്ള. ബട്ടൻ്റെ പേര് പെർഫോം. അതിനുശേഷം നമ്മളത് സേവ് ചെയ്യും. ഇനി നമ്മൾ ആ വെബ് പേജ് ഒന്ന് റീലോഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ പേജ് ഇവിടെ റെഡ് ഐക്കൺ കാണിക്കുന്നത് നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു നോട്ടിഫിക്കേഷൻ. ഇവിടെ പെർഫോം എന്നുള്ള ബട്ടൺ വന്നിരിക്കുന്നു. ഇനി നമുക്ക് ഈ പെർഫോം എന്നുള്ള ബട്ടൺ നമുക്ക് വേണ്ട ആക്ഷൻസും കാര്യങ്ങൾക്കും ഫംഗ്ഷനൊക്കെ നമുക്ക് വരെ ഇതിൽ തന്നെ എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചേഞ്ചസ് വരുത്താൻ പറ്റും. അതാണ് ഈ Userscript കൊണ്ട് ഉദ്ദേശിച്ചത്. Tampermonkey Greasemonkey ഇങ്ങനെയുള്ള ആഡ് ഓൺസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ഈ HTML ടേബിൾ കോപ്പി ചെയ്യുമ്പോൾ എന്തൊക്കെ നമുക്ക് പ്രോബ്ലംസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനത് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഈ ടേബിളിലെ വാല്യൂസ് നമ്മളിപ്പോൾ ഇത് വെബ് പേജിൽ റിസൾട്ടായിട്ട് കൂട്ടാം. ഇത് കോപ്പി ചെയ്യും ഒരു ഓഫീസ് എക്സൽ ഷീറ്റിലോട്ട് നമുക്കിത് കോപ്പി ചെയ്യണം. അപ്പോൾ കോപ്പി ചെയ്യാൻ Ctrl+C പ്രസ് ചെയ്തു, നമ്മൾ സെലക്ട് കൊടുത്തു. ഇനി നമ്മൾ ഒരു സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ചെയ്തു. നമുക്കതിലോട്ടാണ് കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ ഈ സ്പ്രെഡ്ഷീറ്റ് നമ്മൾ ഒരു ന്യൂ സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൽ നമുക്കിത് പേസ്റ്റ് ചെയ്യാം. ഒരു HTML കണ്ടൻറ്റ് നമ്മൾ പേസ്റ്റ് ചെയ്താൽ അതിലെ ടേബിൾസ് നമുക്ക് കിട്ടും. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ കൗണ്ടിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ നമുക്ക് കൗണ്ടിൻ്റെ വാല്യൂസ് കിട്ടാത്തതിൻ്റെ കാരണം ഇവിടെ ഈ സെലക്ഷനിൽ നമുക്ക് ഒരു ടെക്സ്റ്റ് ഫീൽഡ്സിലെ വാല്യൂസ് നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഇങ്ങനെ മറ്റു ക്രോം ബ്രൗസറിൽ സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് അതിൽ കോപ്പി ചെയ്താൽ പേസ്റ്റ് ചെയ്താൽ നമുക്കിവിടെ കൗണ്ടിൽ വാല്യൂസ് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള റിപ്പോർട്ട്സ് അല്ലെങ്കിൽ റിസൾട്ട് നിങ്ങൾക്ക് വരികയാണെങ്കിൽ അത് നമ്മൾ എങ്ങനെ കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ, ഈ വാല്യൂസ് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം? കാരണം നമുക്ക് ഒന്നുകിൽ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ഇതിനെ കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിൽ നമുക്ക് വേറെ ഡാറ്റ ഇൻപുട്ടായിട്ട് കൊടുക്കാം. പക്ഷേ നമുക്ക് ഇങ്ങനൊരു ഇത് വേണമെങ്കിൽ ഇവിടെ ഇൻപുട്ട് വാല്യൂസ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്കുള്ള ഓപ്ഷൻ ആണ് നമ്മൾ ഈ Tampermonkey യൂസ് ചെയ്തിട്ട്
നമ്മൾ ഇതിൽ സ്ക്രിപ്റ്റിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഈ വാല്യൂസിന് നമ്മൾ ഇതിൽ നിന്ന് പുറത്ത് ഇവിടെ എവിടെയെങ്കിലും ഡിസ്പ്ലേ ചെയ്യിക്കണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിലങ്ങനെ നമുക്ക് ഈ വാല്യൂസ് കൗണ്ട് വാല്യൂസ്, അതായത് ഇൻപുട്ട് വാല്യൂസ് നമുക്ക് കിട്ടാതെ വരുമ്പോൾ അത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വാല്യൂസിന് റീഡ് ചെയ്തിട്ട് നമ്മൾ ഈ സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് അതിന് പുറത്ത് ഡിസ്പ്ലേ ചെയ്യിക്കും. അപ്പോൾ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടാമ്പർമങ്കി എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് പുതിയൊരു സ്ക്രിപ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ന്യൂ സ്ക്രിപ്റ്റ് കൊടുക്കുക. ഇവിടെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യണം. അത് കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ റിക്വയർ വേണം. കാരണം നമ്മൾ ജേക്കർ യൂസ് ചെയ്തുകൊണ്ട് റിക്വയർ കൊടുക്കണം. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതൊന്ന് റീഫ്രഷ് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ട് ബട്ടൺ വന്നു. ഒരു ബട്ടൺ നമ്മൾ നേരത്തെ കൊടുത്ത സ്ക്രിപ്റ്റിൻ്റെയും രണ്ടാമത്തെ സ്ക്രിപ്റ്റിൻ്റെ ബട്ടണാണ്. അപ്പോൾ നമുക്ക് നേരത്തെ കൊടുത്തത് നമുക്ക് ഒഴിവാക്കാം. മിക്കവാറും നമുക്ക് അറിയാത്തതുകൊണ്ട് ഇതൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. എന്നിട്ടൊന്ന് റീഫ്രഷ് ചെയ്താൽ പെർഫോം എന്നുള്ള ബട്ടണൊന്നും ഒരു ബട്ടൺ മാത്രമേ പറ്റും. നമ്മളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ റിസൾട്ട് ഇവിടെ പുറത്ത് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ കോപ്പി ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ആ വാല്യൂസ് റീഡ് ചെയ്യാൻ പറ്റും. വാല്യൂസ് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നമ്മളത് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആ കൗണ്ടിൽ വാല്യൂസ് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ സ്ക്രിപ്റ്റ് ഈ എക്സ്റ്റൻഷൻ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.